സിമ്പിളായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പല വീടുകളിലും പല മോഡൽ അടുപ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പുകയുള്ളടുപ്പ്, പുകയില്ലാത്ത അടുപ്പ്, തീയില്ലാത്ത ഇലക്ട്രിക് അടുപ്പുകൾ, അങ്ങനെ പല മോഡലും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് പുറത്ത് ഒരു നാടൻ അടുപ്പ് ഇഷ്ടിക വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കുകൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അടുപ്പുണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് അതിനുള്ള ഒരു സ്പേസാണ്. അപ്പോൾ അതിനുവേണ്ടി 2.5 അടി വീതിയും 5 അടി നീളമുള്ള ഒരു സ്ലാബ് വാർത്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുപ്പുണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ അടുപ്പിൻ്റെ കല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇഷ്ടികയുടെ മുകളിലേക്ക് വരുന്ന ഭാഗം അതിൻ്റെ എഡ്ജൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കണം. എന്നാലാണ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അടുപ്പിൻ്റെ കല്ല് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഭിത്തിയിൽ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിൽ നിന്നാണ് നമ്മൾ ബാക്കിലേക്ക് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഇഷ്ടിക വെച്ച് അടുപ്പ് സെറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. അത്യാവശ്യം ഉറപ്പുള്ള കമ്പനി ഇഷ്ടികകളാണ് അടുപ്പുണ്ടാക്കാനായിട്ട് വേണ്ടത്. അടുപ്പിൻ്റെ റൗണ്ട് കറക്റ്റാക്കാൻ വേണ്ടി റൗണ്ടിലുള്ളൊരു പാത്രം വെച്ച് അതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇതുപോലത്തെ നാടൻ അടുപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ വലിപ്പം നിശ്ചയിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു അളവുകളൊന്നുമില്ല. അതായത് നമ്മൾ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇവിടെ ഇപ്പോൾ ഒരടുപ്പ് കുറച്ച് വലുതും മറ്റേത് കുറച്ച് വലിപ്പം കുറവായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിലിപ്പോൾ ഈ വലിയ അടുപ്പ് നമ്മൾ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കേണ്ട സൗകര്യത്തിനാണ് അതിൻ്റെ വലിപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ നാടൻ അടുപ്പിൻ്റെയൊക്കെ കല്ലുകളാണ് ഏറ്റവും ആദ്യം കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ നമ്മളതിൻ്റെ കല്ലിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടിക കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ളതും സൈസ് കൂടുതലുള്ളതും ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതേപോലെ ഈ കല്ലിൻ്റെ ഇഷ്ടിക വയ്ക്കുമ്പോൾ ഫുൾ സൈസ് ഇഷ്ടിക മുകളിൽ വരത്തക്ക രീതിയിൽ വേണം കല്ല് സെറ്റ് ചെയ്യാൻ. അതായത് ഇഷ്ടികയുടെ ഒരു പീസ് അടിയിൽ കൊടുത്ത് ഫുള്ള് ഇഷ്ടിക മുകളിൽ വെക്കുന്നതാണ് നല്ലത്. മുകളിൽ ടൈലിങ് കഴിഞ്ഞാൽ കല്ലിൻ്റെ ഉയരം ഒരു 2 ഇഞ്ചിൽ താഴെ വരുന്ന രീതിയിലാണ് കല്ല് സെറ്റ് ചെയ്യേണ്ടത്. കല്ലിൻ്റെ ഉയരം കൂടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്ലെയിം പാത്രത്തിൻ്റെ അടിയിലേക്ക് തട്ടാതെ പുറത്തേക്ക് നഷ്ടപ്പെട്ട് പോകും. അതേപോലെ അടുപ്പിൻ്റെ കല്ല് ഉറപ്പിക്കുമ്പോൾ എല്ലാതും ഒരേ വാട്ടർ ലെവലാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ അതിന്മേൽ പാത്രം വയ്ക്കുമ്പോൾ അത് ചെരിഞ്ഞിരിക്കണ മാതിരി തോന്നും. ഇതുപോലുള്ള വിറകടുപ്പിനൊക്കെ ഉള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് ധാരാളം പുക ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിച്ചൻ്റെ ഔട്ട്സൈഡായിട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കാവും നല്ലത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ കിച്ചൻ്റെ ഭാഗത്തായി ഔട്ട്സൈഡിൽ ഒരു വിറക് വരെയും അതിനോട് ചേർന്നൊരു ചെറിയ അടുക്കളയും സെറ്റ് ചെയ്ത് അതിലാണ് നമ്മൾ അടുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള അടുപ്പിലൊക്കെ ഏത് സൈസിലുള്ള വിറകും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ചെറിയ അടുപ്പിൻ്റെ അടിയിലേക്ക് വരുന്ന ഇഷ്ടികയുടെ ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്ത് ഷേപ്പാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതെന്താ വെച്ചാൽ അടുപ്പിൻ്റെ തീ കത്തിക്കുന്ന ഭാഗത്ത് കൂടുതൽ സ്പേസ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ ഏകദേശം ഒരു ഷേപ്പായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇഷ്ടികയുടെ ഗ്യാപ്പുകളൊക്കെ അടയ്ക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കുറച്ച് സ്ട്രോങ് കൂടുതലുള്ള സിമെൻറ്റ് മിക്സാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ ഈ വിറക് വയ്ക്കുന്ന ഭാഗത്തുള്ള ഇഷ്ടികകളും സ്ട്രോങ്ങിലുള്ള സിമെൻറ്റ് മിക്സ് വെച്ചിട്ട് തന്നെ വേണം ശരിയാക്കി എടുക്കാൻ. അടുത്തത് പിന്നെ ഈ അടുപ്പിൻ്റെ വിറക് വയ്ക്കുന്ന ഭാഗത്ത് ഒരു ഭിത്തി കൊടുത്ത് ക്ലോസ് ചെയ്യാണ് വേണ്ടത്. അതിവിടെ സിമെൻറ്റ് ബ്രിക്ക് വെച്ചാണ് ഭിത്തി കൊടുക്കുന്നത്. അതിനുശേഷം അടുപ്പിന് ചുറ്റും മണ്ണ് നിറച്ച് അത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത മണ്ണിൻ്റെയും അടുപ്പിൻ്റെയും എല്ലാം കൂടി നല്ലൊരു വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വെയിറ്റ് താങ്ങാൻ വേണ്ടി 8 mm കമ്പി ഉപയോഗിച്ച് 4 ഇഞ്ച് കനത്തിലുള്ള ഒരു സ്ലാബാണ് ഇവിടെ വാർത്തിട്ടുള്ളത്. ഫ്ലോറിൽ നിന്ന് 20 ഇഞ്ച് ഹൈറ്റാണ് നമ്മൾ സ്ലാബിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ അടുപ്പും കൂടി ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ടോപ്പിലേക്ക് ആകെ 30 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ അടുപ്പിനോട് ചേർന്ന് 30 ഇഞ്ച് ഹൈറ്റിൽ ഒരു കിച്ചൺ സ്ലാബും വാർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ 30 ഇഞ്ച് ഹൈറ്റിൽ തന്നെ അടുപ്പ് സെറ്റ് ചെയ്യണത്. അതല്ല ഇനിയിപ്പോൾ നമ്മൾ അടുപ്പ് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലോറിലോ അല്ലെങ്കിൽ 1 അടി ഹൈറ്റിലോ തറ കെട്ടി അതിലും അടുപ്പ് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ അടുപ്പിൻ്റെ തറ നല്ല ഫ്രഷ് മണ്ണിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് തൂർന്നുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ അടുപ്പിലുള്ള ചൂട് നമ്മുടെ ഈ മണ്ണിലൂടെ സ്പ്രെഡായി ഭിത്തിയിലേക്ക് നഷ്ടപ്പെട്ട് പോവില്ല. പിന്നെ നമ്മൾ ഈ ഫില്ല് ചെയ്ത മണ്ണിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ച് ചളിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു 2 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ഇടാണ് വേണ്ടത്. അതേപോലെ ഈ അടുപ്പിൻ്റെ വിറക് വയ്ക്കുന്ന ഭാഗത്തും ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്നതാണ് നല്ലത്. അടുപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ടൈലും പരിക്കൻ്റെ കനം കൂടി വന്നാൽ അടുപ്പിൻ്റെ കല്ലൊരു 2 ഇഞ്ചിൽ കൂടുതൽ ഹൈറ്റ് വരാത്ത രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്.
ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കിച്ചൺ സ്ലാബ് ടൈലിംഗ് ചെയ്യുന്ന ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.